ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിൽ ആഭരണങ്ങൾ കുറവുണ്ടല്ലോ. ഇതൊക്കെ എവിടെ പോയി? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് സ്വർണം സംഘടിപ്പിച്ചു തരട്ടെ. നോക്ക്, രണ്ടുപേരും നല്ല ചർച്ചയല്ലേ. ഇപ്പൊ ആര് കണ്ടാലും പറയല്ലേ മേഡ് ഫോർ ഈച്ച് അതർ. അതൊക്കെ പറയുന്നവര് പറയട്ടെ. പെട്ടെന്ന് റെഡി ആയിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്, അല്ലെങ്കിലേ അവിടത്തെ കാര്യങ്ങളൊക്കെ തെറ്റും. ഓക്കേ. ചുമ്മാ വന്നിരുന്നേ. കുറച്ച് സ്വന്തമൊക്കെ ഉണ്ടാകട്ടെ. ഓക്കെ. അതെ, ഇനി എന്നെ പ്രേമിക്കാൻ നടന്നിട്ട് ഓഫീസിൽ പോവാൻ വൈകിന്ന് പറയണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ. നടക്ക് നടക്കാൻ നടക്ക്. തള്ളല്ലേ, ഞാൻ പോവാന്ന് പറയുന്നു. കുറച്ച് ഒളിക്കണ്ട ഒളിക്കണ്ട, ഇങ്ങോട്ട് പോരെ. അത് അമ്മ വരുന്ന ഓഫീസിൽ പെട്ടെന്ന് പോകണ്ടല്ലേ, പക്ഷെ നിർബന്ധിച്ചിട്ടും പോകേണ്ടി വന്നപ്പോ ഞാൻ ഇത് വല്ലതും ചോദിച്ചോ? അത് ശരിയാണല്ലോ. അമ്മ തന്നോടൊന്നും ചോദിച്ചല്ലോ, പിന്നെ എന്തിനാ താൻ പറയാൻ പോയെ? മോളെ, ആ ഷെൽഫിന്റെ താക്കോലൊന്ന് എടുത്തിട്ടോ. എന്തിനാമ്മേ? എന്റെ കല്യാണ മോതിരം ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ എന്താ എന്നോടൊന്നും പറയായിരുന്നത്? ഞാനത് ശരിയാക്കി കൊണ്ടു തരില്ലായിരുന്നോ? അതിന് നീ ഇങ്ങനെ ചാടണ്ട. ശരിയാക്കണമെന്ന് തീരുമാനിച്ചതാ, പക്ഷേ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ അതങ്ങ് വെച്ചു. ഇപ്പൊ അതൊന്ന് ശരിയാക്കണമെന്ന് തോന്നി. എന്നാ അത് പോയി എടുത്തോണ്ട് വാ, ഞാനേ അത് കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവരാം. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാനത് ആരെങ്കിലും കൊണ്ട് ശരിയാക്കിച്ചോളാം. കണ്ടോളൂ, സ്വന്തം വിവാഹമോതിരം മകനെ വിട്ട് നന്നാക്കിപ്പിക്കാൻ പോലും താല്പര്യമില്ല. അതിന് ശ്രീമതി പത്മിനിക്ക് നേരിട്ട് പോണം. അങ്ങനെ തന്നെ വെച്ചോ. അമ്മേ, ദേ താക്കോല്. എന്റെ കയ്യിൽ തരണ്ട, മോളും കൂടി എന്റെ കൂടെ വാ. അല്ല, അതെന്തിനാ? അമ്മയ്ക്ക് തനിച്ചങ്ങ് പോയി എടുത്താ പോരെ? ഒരു കാര്യം ഞാൻ മോളെ ഏൽപ്പിച്ചതല്ലേ, അത് കഴിഞ്ഞു പോയി തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും മോള് കൂടെ വേണ്ടേ? അതാ ഈ താക്കോൽ കൂട്ടം നിന്നപ്പോ ഞാൻ വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞേ. ഇനി ഇങ്ങനെ പറഞ്ഞ എന്നെ കൊന്നാലും ഞാൻ താക്കോല് മേടിക്കില്ല കേട്ടോ. അമ്മ പോയിട്ട് നോക്കാമേ. മോളെ, അതെ, മേഡത്തിന്റെ വിവാഹമോതിരം പ്രിയപ്പെട്ടതാണല്ലോ. അതുപോലെ രാധികയ്ക്ക് സ്വന്തം ഭർത്താവിന് ബ്രേക്ക്ഫാസ്റ്റും തന്നു ഓഫീസിലേക്ക് പറഞ്ഞു വിടാനും താല്പര്യം കാണില്ലേ? ഉടനെ അതിന്റെ ഇടയിൽ കയറി. അമ്മേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കാം. വരുന്നുണ്ടോ? വരുന്നുണ്ട്. എന്നാ വാ. കോട്ടെ.
ഈശ്വരാ. ഓ. ഇതിൽ ആഭരണങ്ങൾ കുറവുണ്ടല്ലോ. ഇതൊക്കെ എവിടെ പോയി? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് സ്വർണം സംഘടിപ്പിച്ചു തരട്ടെ. അച്ഛനത് പണയം വെക്കോ വിൽക്കോ എന്താ വേണേലും ചെയ്തോ. എന്നെ അങ്ങനെ അന്യായിട്ടൊന്നും കരുതണ്ട. ഞാനല്ല അച്ഛനോട് ചോദിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. എന്തൊക്കെ ഞാൻ ഈ ചിന്തിക്കുന്നത്? രാധിക മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. താനിത് എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് കാര്യം? താൻ വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടല്ലോ. എന്താടോ? അത് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. താൻ കാര്യം പറയൂ. അലമാരയുടെയും നിലവറയുടെയും ഒക്കെ താക്കോല് ഞാൻ രാധയമോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനിപ്പോ എന്തു പറ്റി? ഞാനിപ്പോ ഒരു ആഭരണം നോക്കാൻ വേണ്ടി മോളുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിച്ചു. പക്ഷേ ഷെൽഫ് തുറന്നു നോക്കിയപ്പോ ആഭരണം മുഴുവനും അതിലില്ല, കുറവുണ്ട്. താൻ എന്തൊക്കെയായി പറയുന്നത്? ആഭരണങ്ങൾ പിന്നെ എവിടെ പോവാനാ?